ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി യുവാവ് മരിച്ചത് ആസൂത്രിതമായ അക്രമത്തിലൂടെയെന്ന് പോലീസ്. കോഴിക്കോട് സ്വദേശിയായ സൂരജിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകം കാർ പാർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചുണ്ടായ തർക്കത്തിന്റെ തുടർച്ച. സംഭവത്തിൽ 9 പേർ കസ്റ്റഡിയിലുണ്ട്. മകന് നേരത്തെയും ഭീഷണിയുണ്ടായിരുന്നതായി സൂരജിന്റെ അച്ഛൻ ബോബി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒരു സംഘം ആളുകൾ സൂരജിനെ മർദ്ദിച്ചു കൊന്നത്. ശ്വാസം മുട്ടിയാണ് സൂരജ് മരിച്ചതെന്നും കഴുത്തിനേറ്റ പരിക്കും മരണകാരണമായതായും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. സംഭവത്തിൽ ചെലവൂർ സ്വദേശി മനോജ്, മക്കളായ അജയ്, വിജയ് എന്നിവരുൾപ്പെടെ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരാൾ പ്രായപൂർത്തിയാകാത്തയാളാണ്. ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്ന സൂരജിനെ കൊലപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമിച്ചതെന്ന് മെഡിക്കൽ കോളേജ് ACP ഉമേഷ് പറഞ്ഞു. ചാത്തമംഗലം SNES കോളേജിൽ കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം. സൂരജിന്റെ ബന്ധുവും സുഹൃത്തുമായ അശ്വന്തും പ്രതികളിൽ ഒരാളായ വിജയും തമ്മിലെ തർക്കത്തിൽ സൂരജ് ഇടപെട്ടതാണ് പ്രതികൾ സൂരജിനെ ലക്ഷ്യമിടാൻ കാരണമായതെന്നും ACP പറഞ്ഞു. ഇവനോടുള്ള തർക്കം അവനെ വകവരുത്തുക എന്ന രീതിയിൽ തന്നെയുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു മർഡറാണ്. അപ്പോൾ അതിനകത്ത് ഉള്ള പ്രതികളെ നമ്മൾ ഒരു 9 പ്രതികളെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അതിൽ 3 പേരുടെ നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരും കൂടി നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജുവനൈലുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ ഓരോരുത്തരുടെ റോൾ പ്രത്യേകം നോക്കി മനസ്സിലാക്കി നടപടികളുടെ മുന്നോട്ട് പോകും. സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് ആക്ഷൻ നടക്കുന്നുണ്ട്. മകന് നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നതായി സൂരജിന്റെ അച്ഛൻ വ്യക്തമാക്കി. തന്റെ മകനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്തി അർഹമായ ശിക്ഷ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആരൊക്കെയാണോ അവനത് ചെയ്തെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അർഹമായിട്ടുള്ള ശിക്ഷ കിട്ടണം. അന്യ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി വരരുത്. അവന് പല സ്ഥലത്തുനിന്നും ഭീഷണികളൊക്കെ ഉണ്ടാവലുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് പറയലുണ്ട് എന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. ആരാന്നുള്ളതൊന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല. ഇവിടെ ഒന്നും പറയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയലുണ്ട്. പക്ഷെ ഇത് ഈ ഒരുപാട് കുറേ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും കൂടി കൂടിയിട്ട് ആ കുട്ടീനെ മർദ്ദിച്ച് കൊന്നതാണ്. നല്ലൊരു സത്യസന്ധമായിട്ടൊരു അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രതികളെയും കിട്ടും. സംഭവത്തിൽ 18 പേർക്കെതിരെ ചേവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരുന്നു. സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.